ഹായ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നിർബന്ധമായിട്ടും അവരുടെ ഫോണിൽ സേവ് ചെയ്യേണ്ട കുറച്ച് നമ്പറുകളെ പറ്റി. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റാണിത്, പുരുഷന്മാരെ സ്ത്രീകൾ ശല്യപ്പെടുത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണിത്. 1500 ദേശീയ സൗജന്യ നിയമസഹായ ഹെൽപ്പ് ലൈൻ. കോടതി കാര്യങ്ങൾക്കും സൗജന്യ അഭിഭാഷക സഹായത്തിനും നമുക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാനാകും. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു നമ്പറാണ് 100 അല്ലെങ്കിൽ 112. ഇത് കേരള പോലീസിൻ്റെ നമ്പറാണ്. ശാരീരികമായ അക്രമങ്ങളോ ഭീഷണികളോ നേരിടേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളപ്പോൾ ചോദിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേന്ന്. ഇപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ MS ധോണിന്ന് ഉത്തരം പറയുന്ന ഒത്തിരി പേരുണ്ട്. അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നമ്പറാണ് 0471 2307 127. നിങ്ങൾ ആരെങ്കിലും കള്ളക്കേസിൽ കൊടുക്കുകയോ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ പരാതിപ്പെടാനാകും. പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. അപ്പോൾ അതിൽ 2-3 എണ്ണം മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.